ഹലോ ഗേസ്, ഞാൻ കടുത്ത ഡിപ്രഷനിലാണ് ഗേസ്, കടുത്ത ഡിപ്രഷനിലാണ്. എന്താണ് ഈ ഡിപ്രഷന് കാരണം എന്നുള്ളതല്ലേ? വെയിറ്റ് പറയാട്ടോ. നാട്ടിൽ നിന്നുവേ ഇപ്രാവശ്യം കാവടി തുള്ളിയാണ് കേട്ടോ ഞാൻ യൂറോപ്പിലേക്ക് വന്നത്. ഫാമിലിയെ വേഗം നിങ്ങോട്ട് കൊണ്ടുവരാന്നുള്ള ഒറ്റ ഒരു പ്രതീക്ഷയിൽ. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് ആ നഗ്ന സത്യം എനിക്ക് മനസ്സിലായത്. അപ്പാർട്ട്മെന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതേ ചെറിയൊരു കാര്യമൊന്നുമല്ല, ഇമ്മിണി വലിയൊരു ടാസ്ക് ആണെന്ന് തന്നെ പറയാട്ടോ. ഒരു അപ്പാർട്ട്മെന്റ് കണ്ടുപിടിക്കാൻ തന്നെ എന്തോരം പേപ്പറുകളാണെന്നറിയാവോ വേണ്ടത്? വർക്ക് പെർമിറ്റും 3 മാസത്തെ സാലറി സർട്ടിഫിക്കറ്റും വേറെ ലയബിലിറ്റീസ് ഒന്നും ഇല്ല എന്നുള്ള സർട്ടിഫിക്കറ്റും എന്തിനേറെ പറയണം, നാട്ടിൽ ഇതേ റേഷൻ കാർഡിൻ്റെ കോപ്പി വരെ എടുത്തുകൊണ്ട് ഞാനിതാ ഒരു വീടിൻ്റെ കാണാനായിട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അങ്ങനെ ദേ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഉണ്ടേ നമ്മളുടെ ആദ്യത്തെ ട്രെയിൻ അതിൻ്റെ വഴിക്ക് ഇങ്ങോട്ട് പോയി. അങ്ങനെ രണ്ടാമത്തെ ട്രെയിനൊക്കെ വന്നിട്ടുണ്ട്. അതിൽ കയറി സീറ്റൊക്കെ പിടിച്ചിട്ട് ഇരിക്കുവാണ് കേട്ടോ. ഇനി നമുക്ക് ഇറങ്ങേണ്ടത് വാൻസ്ബർഗ് ചൂസേഡ് അവിടെയാണ്. അവിടെ നിന്ന് ബസ്സിനാണ് നമ്മൾ ഇനി പോകുന്നത് കേട്ടോ. ഇവിടെയാണെങ്കിൽ കൂടുതൽ വീടുകളും അപ്പാർട്ട്മെൻറ്റുകളും പിടിക്കുന്നത് ഓൺലൈൻ ആപ്പുകളൊക്കെ വഴിയാണ് കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെടുന്ന വീടിനൊക്കെ റിക്വസ്റ്റ് വിടുമ്പോൾ ഒരു ദിവസം ഇത്ര ടൈമിൽ വീട് കാണാനായിട്ട് ചെല്ലാനായിട്ട് അവർ റിപ്ലൈ തരും. അങ്ങനെ അപ്പോയിൻമെൻറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് വീടൊക്കെ പോയി കാണാനായിട്ടൊക്കെ പറ്റത്തുള്ളൂ കേട്ടോ. ഈ ഒരു ടൈമിൽ തന്നെ ചിലപ്പോൾ ഒന്നിലധികം ആൾക്കാർ ഈ സെയിം വീട് കാണാനായിട്ടൊക്കെ ഉണ്ടാകും. അതിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾക്കേ വീടൊക്കെ കിട്ടത്തുള്ളൂ. അങ്ങനെ ഇതാ വെയിലിനെ പിടിച്ച് ഫയലിൻ്റെ മറ ഒളിച്ചിരിക്കുന്ന എൻ്റെ അടുത്തേക്ക് ബസ് ഓടി എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ ബസ്സിലൊക്കെ ചാടി കയറിയൊക്കെ ഇരിപ്പുണ്ട്. കടുത്ത വെയിൽ കൊണ്ട് അതേപോലെ ഞാൻ കണ്ണാടിയൊക്കെ വെച്ചാണ് കേട്ടോ ബസ്സിലൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ ഞാനിതാ ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മുടെ വീടിൻ്റെ ഡയറക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ലൊരു ഏരിയ ആയിരുന്നു കേട്ടോ. കാണാനൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ ഉണ്ട് ഓണർ എന്നെ വെയിറ്റ് ചെയ്ത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇതാ വീട്ടിലേക്കൊക്കെ കയറി വീടിൻ്റെ അകമൊക്കെ കാണാൻ പോകുവാണ് കേട്ടോ. വീടൊക്കെ കണ്ട് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു കേട്ടോ. ചെറിയ വീടാണെങ്കിലും നല്ല ഭംഗിയൊക്കെ ഉള്ള വീടായിരുന്നു. ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടൊക്കെ ഉള്ളൊരു വീടാണ്. ഒരു ബെഡ്റൂമും ഒരു ലിവിങ് ഏരിയയും ഒരു വാഷ്റൂമും ഒരു കിച്ചണൊക്കെ ഉള്ള ഒരു കുഞ്ഞു വീടാണ്. വീട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിലും ഈ വീടിൻ്റെ റെൻറ്റ് എനിക്ക് അങ്ങോട്ട് തീരെ ബോധിച്ചില്ല കേട്ടോ. അത്യാവശ്യം നല്ലൊരു റെൻറ്റ് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീടിന് സുല്ലൊക്കെ പറഞ്ഞ് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വീണ്ടും കടുത്ത ഡിപ്രഷനിലേക്ക് കടക്കുവാണ്.